കായംകുളം കരിയിലക്കുളങ്ങര കിറ്റ് സ്കൂളിൽ നടന്ന ഓണാട്ടുകര അക്ഷരോത്സവത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളും അധികാരവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. മനുഷ്യന്റെ മനോഘടനയെപ്പോലും വെല്ലുന്ന രീതിയിൽ വാർത്തകൾ ചമച്ച് സമൂഹത്തിൽ പ്രത്യേക ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമ രീതികളെ ശ്രദ്ധിക്കണമെന്ന് സംവാദത്തിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് പറഞ്ഞു. കായംകുളം കരിയിലക്കുളങ്ങര കിറ്റ് സ്കൂളിൽ നടന്ന ഓണാട്ടുകര അക്ഷരോത്സവത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളും അധികാരവും എന്ന വിഷയത്തിൽ സംവാദം നടന്നു. മനുഷ്യന്റെ മനോഘടനയെ പോലും വെല്ലുന്ന രീതിയിൽ വാർത്തകൾ ചമച്ച് സമൂഹത്തിന്റെ പ്രത്യേക ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമ രീതികളെ ശ്രദ്ധിക്കണമെന്ന് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് സംവാദത്തിൽ പറഞ്ഞു. വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകളിൽ പ്രത്യക്ഷത്തിൽ അപകടങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ നേരെയുള്ള വാർത്തകൾക്കപ്പുറത്ത് വരികളിൽ കെണിയൊരുക്കിയാണ് പല വാർത്തകളും വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദാവലികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ വേദികളെയാണ് നമ്മൾ മീഡിയ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മാസ് മീഡിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മീഡിയ ഒരു കാര്യത്തെ ചീത്തയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം അത് ചീത്തയായിട്ട് തോന്നും. മീഡിയ ഒരു കാര്യത്തെ നല്ലതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം അത് നല്ലതായിട്ട് തോന്നും. അപ്പം അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ ഒരു ആശയത്തെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ ഒക്കെയുള്ള ശരിയായതോ തെറ്റായതോ ആയിട്ടുള്ള വിവര സംപ്രേഷണങ്ങൾ, അത് അല്ലെങ്കിൽ സംവേദനങ്ങൾ, അത് നേർക്കുനേരെ നടത്തുന്ന ഒരു സംഗതിയല്ല. ഈ കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ സാധാരണ പറയുന്ന രണ്ട് തിയറി ഉണ്ട്. ഒന്ന് ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് പാസീവ് കമ്മ്യൂണിക്കേഷൻ. ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെയുള്ള കമ്മ്യൂണിക്കേഷനാണ്, നേർക്കുനേരെയുള്ള സംവേദനമാണ്. പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പരോക്ഷമായ സംവേദനമാണ്. ഇപ്പോൾ ഉജാലയുടെ മുതലാളി വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രസംഗം നമ്മളോട് പറയണം, ഉജാല എൻ്റെ ഉജാല എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു പ്രോഡക്റ്റാണ്, അടിപൊളിയാണ്, ഗംഭീരമാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാമെന്ന് വിചാരിക്കുക. നമ്മളാരും അത് മൈൻഡ് ചെയ്യില്ല, അത് വലിയ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം അതൊരു ആക്റ്റീവ് നേർക്കുനേരെയുള്ള കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ അങ്ങേര് എന്താ ചെയ്യുന്നത്? അങ്ങേര് നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ ബാക്കിയുള്ള ആളുകൾ അവരുടെ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, ഒരു ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ അവരറിയാതെ ഉജാല എന്ന് പറയുന്ന ഒരു ആശയം അവൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകൻ യു ഷൈജു ചർച്ച നിയന്ത്രിച്ചു. IPH ജില്ലാ കോർഡിനേറ്റർ KS അഷ്റഫ്, വിദ്യാ കൗൺസിൽ സംസ്ഥാന ട്രഷറർ O അബ്ദുള്ളക്കുട്ടി, അക്ഷരോത്സവം സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ O ബഷീർ, ജനറൽ സെക്രട്ടറി VA ഷഹാൽ, ജനറൽ കൺവീനർ അഷ്റഫ് ക്വാളിറ്റി, പ്രിൻസിപ്പൽ ഡോക്ടർ MS സമീം, മാനേജർ H സിയാദ്, മുബീറസ് ഓടനാട് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.